വിനീത, ഇതിലിപ്പോൾ പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം തന്നെ 5 മണിക്കൂറോളം യുവാവിനെ തടഞ്ഞുവെച്ചു. ഈ സംഘം മൊബൈൽ ഫോണും ടാബും ഒക്കെ പിടിച്ചെടുത്ത് 8:30യോടെയാണ് SDPI ഓഫീസിൽ എത്തിച്ചതെന്നടക്കം പോലീസ് നേരത്തെ തന്നെ വിവരങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം ഇവരുടെ ആൾക്കൂട്ട വിചാരണ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നു. സ്വാഭാവികമായും ഇത്രയും ആളുകൾ ചുറ്റും ഇരുന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഒരാൾക്കുണ്ടാകുന്ന പ്രയാസം നമുക്ക് മനസ്സിലാക്കാം, അല്ലേ വിനീത? അത് തന്നെയാണ്. ഏത് രീതിയിലായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ മർദ്ദനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടന്ന കൈകളൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ഈ യുവതിയെ കൃത്യമായി തന്നെ ഇത്തരത്തിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നു. 5 മണിക്കൂറോളം ഈ ആൺസുഹൃത്തിനെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇനി എന്തുണ്ടാകും എന്നുള്ള ആശങ്ക സ്വാഭാവികമായും അവർക്കുണ്ടായിരുന്നു. ഈ 3 വർഷമായി ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പുറത്തറിയിക്കും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇതിനെ ഉപയോഗിക്കും എന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള ഭീഷണി ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് വിശദമായ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ഈ മണിക്കൂറുകളോളം തങ്ങൾ നേരിട്ട സമ്മർദ്ദം വിശദമാക്കിക്കൊണ്ട് തന്നെ യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും അല്ലെങ്കിൽ മാനസികമായ പിന്തുണയും എവിടെ നിന്നും ലഭിക്കില്ല എന്ന തോന്നൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മറ്റു പ്രതികൾ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായി തന്നെ പറഞ്ഞതാണ്. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ട്. ഈ നിലവിൽ അറസ്റ്റിലായ 3 പേർക്ക് പുറമെ മറ്റുള്ളവരുടെ പങ്ക് എന്താണ് എന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഈ ദൃശ്യങ്ങൾ അതിന് കൂടുതൽ തെളിവാവുകയാണ്. റോഷ്നി. ഓക്കെ, അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ SDPIക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഇതൊരു ആൾക്കൂട്ട വിചാരണയല്ല എന്നാണോ അവരുടെ വേർഷൻ? തീർച്ചയായും റോഷ്നി, ഇന്നലെ തന്നെ അവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം SDPIയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രതികളായവർക്ക് SDPIയുടെ ബന്ധമുണ്ട്, പക്ഷേ ഈ സംഭവത്തിന് SDPIയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് SDPIയുടെ നേതാക്കൾ ഇന്നലെ പറയാൻ ശ്രമിച്ചത്. ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ അവർ പറയുന്നത് ഇത് ആ ആൺസുഹൃത്തിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ചർച്ച നടത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തങ്ങൾ ശ്രമിച്ചതാണെന്നാണ് SDPIയുടെ ഒരു വാദം. അതായത് ആൾക്കൂട്ട വിചാരണയല്ല, അവിടെ നടന്നത് ഒരു ചർച്ചയാണ്. നാട്ടിലുള്ള പ്രമുഖരായവരൊക്കെ അവിടെയുണ്ട്, SDPI പ്രവർത്തകരുണ്ട്. അതൊരു SDPI പ്രവർത്തകർ അല്ലെങ്കിൽ SDPIയുടെ സ്വാധീനം കൂടുതലായ ഒരു മേഖലയാണ്. അതിനാൽ തന്നെ SDPI പ്രവർത്തകർ ഈ SDPI ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ ഈ ആൺസുഹൃത്തിനെ വിളിച്ചു വരുത്തി അവരെല്ലാവരും ചേർന്ന് ഒരു ചർച്ച നടത്തുകയാണ് ഉണ്ടായത്. അല്ലാതെ ആൾക്കൂട്ട വിചാരണയല്ല നടത്തിയത് എന്നാണ് ഇതിൽ SDPI വാദിക്കുന്നത്. ഏതായാലും പക്ഷേ പോലീസ് നിലവിൽ നമുക്ക് നൽകുന്ന വിവരം അവിടെ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട്, സദാചാര ഗൂണ്ടായിസം നടന്നിട്ടുണ്ട്. അത് അവിടെ ഈ സംഭവം നടന്ന, അതായത് റസീനയും ആൺസുഹൃത്തും സംസാരിച്ചു നിന്നെടുത്ത് ഉള്ള ഒരു മൈതാനത്ത് വെച്ച് ആദ്യം നടക്കുന്നു. അതിനുശേഷം SDPIയുടെ ഓഫീസിലെത്തിയും ഈ വിചാരണ നടക്കുന്നു. അപ്പോൾ ഈ ഓഫീസിൽ വെച്ച് നടന്ന ആ ഒരു വിചാരണയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലിപ്പോൾ SDPI പറയുന്നത് ഇത് വെറും ചർച്ച മാത്രമാണ്, ആൾക്കൂട്ട വിചാരണയല്ല എന്നാണ്. കൃഷ്ണ. ഓക്കെ, എന്തായാലും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കായലോടിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ആൾക്കൂട്ട വിചാരണ നടക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്നതോ മറ്റോ കാണുന്നില്ല, പക്ഷേ മർദ്ദനമേറ്റിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പിടിയിലായ SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങളിൽ ആ ആൺ സുഹൃത്തിനെ ഇരുത്തിക്കൊണ്ട് 10-15 പേർ ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്ന തരത്തിൽ, അതാണ് SDPIയുടെ വേർഷൻ. എന്തായാലും അവർ സംസാരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അഭിജിത്തിലേക്ക് പോകാം. അഭിജിത്ത്, എന്തായാലും വിനീത വേണു കൂടി ചേരുകയാണ്. വിനീത, ഇതിലെന്തായാലും പോലീസിന്റെ വേർഷൻ അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മർദ്ദനമൊന്നും നടക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എത്രത്തോളം നിർണായകമാണ് ഈ ഘട്ടത്തിൽ? റോഷ്നി, ഈ കേസിൽ തന്നെ വഴിത്തിരിവാകുന്ന ദൃശ്യങ്ങൾ എന്ന് നമുക്കിതിനെ പറയണം. കാരണം പുറത്തു വെച്ച് ഇവരെ ഈ രീതിയിൽ ചോദ്യം ചെയ്യുകയും ഇവരെ രണ്ടുപേരെയും കണ്ടതിന് പിന്നാലെ ചോദ്യം ചെയ്യുകയും ഈ ആൾക്കൂട്ട വിചാരണ നടത്തുകയും അതല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ SDPI ഓഫീസിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഈ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ 3 പേരല്ല കൃത്യമായും ഇതിലുള്ളത് എന്ന പോലീസിന് വിവരങ്ങൾ ഉണ്ടായിരുന്നു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും മനസ്സിലായത് എത്രത്തോളം ആളുകൾ, അതിൽ പല പേരുകളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചു വരുന്നത്. ഇയാളെ
ഈ യുവാവിനെ മയ്യിൽ സ്വദേശിയായ യുവാവിനെ ചോദ്യം ചെയ്യുന്നത് ഇവർ തന്നെ SCPI ഓഫീസിൽ വെച്ച് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആരൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ഇവരെ മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തിയത് അല്ലെങ്കിൽ കടുത്ത ചോദ്യം ചെയ്യലിലേക്ക് സദാചാര ആക്രമണത്തിലേക്ക് എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാൻ ഈ ദൃശ്യങ്ങൾ തീർച്ചയായും സഹായിക്കും. മാത്രമല്ല ഇതിൽ SDPIയുടെ പ്രവർത്തകരാണ് ഇതിൽ ഭൂരിഭാഗവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതായാലും കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ഈ യുവതിയുടെ പിതാവ് തന്നെ വ്യക്തമാക്കിയതുമാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. 3 വർഷം നീണ്ട സൗഹൃദത്തിനിപ്പുറം അവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ ആൾക്കൂട്ടാക്രമണം നടത്തിയ ആളുകളുടെ ദൃശ്യങ്ങൾ തന്നെയാണ്. 5 മണിക്കൂറോളം തടഞ്ഞു വെച്ചു എന്ന് പറയുമ്പോൾ മാറി മാറി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി എന്ന് പറയുമ്പോൾ എത്ര വലിയ ക്രൂരതയാണ് നടന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം റോഷ്നി. തീർച്ചയായും അഭിജിത്തിലേക്ക് കൂടി പോയാൽ, അഭിജിത്ത്, നമ്മുടെ SDPI പറയുന്നത് ഇതൊരു ചർച്ച നടത്തുകയായിരുന്നു, ആൾക്കൂട്ട വിചാരണയൊന്നുമല്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ 5 മണിക്കൂറോളം ഒരാളെ പിടിച്ചിരുത്തി അയാളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റുകളെല്ലാം പിടിച്ചു വെച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച്, അതും ഇത്രയധികം ആളുകൾ ചുറ്റുമിരുന്ന് നടത്തുന്നത് ഒരു ചർച്ചയാണോ എന്നൊക്കെ അതിലൊരു അസ്വാഭാവികത നമുക്ക് സാധാരണയായി തന്നെ തോന്നുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണല്ലോ റസീന വിഷമത്തിലായിരുന്നുവെന്നും ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നും ഒക്കെ പിതാവ് പറയുന്നതും പിന്നീട് ആത്മഹത്യ സംഭവിക്കുന്നതുമെല്ലാം. അഭിജിത്ത്, തീർച്ചയായും റോഷ്നി, പിതാവിന്റെ പ്രതികരണം നമ്മൾ രാവിലെ എടുത്തതാണ്. അപ്പോൾ പിതാവ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഈ സംഭവം ഉണ്ടാകുന്നു, അതിനു പിന്നാലെ ഈ റസീന വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തിയ റസീന ആരോടും മിണ്ടുന്നുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും തങ്ങളോട് സംസാരിക്കാൻ റസീന തയ്യാറായിരുന്നില്ല എന്നും പിതാവ് പറയുന്നുണ്ട്. അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ സാധാരണ നിലയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ തൊട്ടടുത്ത ദിവസമാണ് റസീനയെ ഈ വീട്ടിൽ തന്നെയുള്ള ഇവരുടെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ ഇവർക്ക് കാര്യം, അതായത് ബന്ധുക്കൾക്ക്, രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്കൊന്നും കാര്യം എന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഈ ആത്മഹത്യാക്കുറിപ്പിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. അതായത് ഈ ഞായറാഴ്ച, അതായത് ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്യുന്നു. 2 ദിവസം മുൻപ് സദാചാര ഗുണ്ടായിസം താൻ നേരിട്ടു. താൻ തൻ്റെ ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്കെത്തിയ ഒരു സംഘം തന്നെ ഭീഷണിപ്പെടുത്തി, തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നവർ പറഞ്ഞു. അതിൻ്റെ മനോവിഷമത്തിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് റസീന കൃത്യമായി ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരുന്നു. ഈ ആൺസുഹൃത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇതുമായി ബന്ധമുള്ളത് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഇവരൊക്കെയാണ് എന്നും കൃത്യമായ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരിലേക്ക്, അതായത് അറസ്റ്റിലായ 3 പേരിലേക്ക് പോലീസിന് എത്താനായി കഴിഞ്ഞത്. പക്ഷേ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അവിടെ നടന്നത് കേവലം ഒരു ചർച്ച എന്ന നിലയിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ഒരാളെ മധ്യത്തിൽ ഇരുത്തിക്കൊണ്ട് ചുറ്റും കുറേ പേർ കൂടി നിന്നുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെയാണോ ചർച്ച നടക്കേണ്ടത്? ആ ചർച്ചയിൽ എന്തായാലും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എന്തായാലും ഈ കായലോടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ അത്രത്തോളം നിർണായകമാണ്. ഇപ്പോൾ നമുക്ക്